ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 5 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ളത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, രജീഷ വിജയൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി, അരുൺ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ചിത്രത്തിന്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 12ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ വേൾഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ 75 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇപ്പോൾ വിവിധ സംസ്ഥാന തലത്തിലുള്ള കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 31 കോടി 80 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 2 കോടി 30 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 10 ദിവസം കൊണ്ട് 2 കോടി 75 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 35 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി $4.05 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 36 കോടി 45 ലക്ഷം രൂപ. ടോട്ടൽ 75 കോടി 65 ലക്ഷം രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. 11ാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയ ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 77 ലക്ഷം രൂപയാണ്. അങ്ങനെ 32 കോടി 57 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 11 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് കളക്ഷൻ 78 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. രജനീകാന്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പടയപ്പ. KS രവികുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് 1999 തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് 4K റീമാസ്റ്റർ ചെയ്ത് വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 8 കോടി 50 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 20 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 3 ദിവസം കൊണ്ട് 9 കോടി 90 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. വിദേശ കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 1 കോടി 90 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 11 കോടി 80 ലക്ഷം രൂപയാണ് ഞായറാഴ്ച വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചത്ത ചത്തൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ചയോടെ 25 ദിവസമാണ് പൂർത്തിയായത്. ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 9,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 25 ദിവസം കൊണ്ട് 23 കോടി 11 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 47 കോടി റേഞ്ചിലുമാണ്. തകർപ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ഈ സിനിമ 11ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ചയും 50 കോടിക്ക് മുകളിലാണ് വേൾഡ് കളക്ഷൻ നേടിയെടുത്തത്. കേരളത്തിൽ ഇന്നലെ തിങ്കളാഴ്ച 24 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2 കോടി 80 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 11 ദിവസം കൊണ്ട് 457 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തത് 130 കോടി 50 ലക്ഷം രൂപയാണ്. ലോകമെമ്പാടുമായി 588 കോടി രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ നേടിയെടുത്തിരിക്കുന്നത്. ശ്രീനാഥ് വാസി നായകനായി AB മിന്നൽ തിരക്കഥ സംവിധാനം ചെയ്ത പൊങ്കാല എന്ന സിനിമയും ഡിസംബർ 5 തിയേറ്ററിലെത്തിയത്. ഈ സിനിമ 11ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 11 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 66 ലക്ഷം രൂപയാണ്. വേൾഡ് കളക്ഷൻ 86 ലക്ഷം രൂപയുമാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ധീരം. ദിവ്യ പിള്ള, റീബ മോണിക്ക ജോൺ, അജു വർഗീസ്, റോഷൻ ബഷീർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 11ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 1 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 11 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് കളക്ഷൻ 1 കോടി 15 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 18 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ഭ അഥവാ ഭയം, ഭക്തി, ബഹുമാനം. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ധാർത്ഥ ഭരതൻ, അശോകൻ, ബൈജു, സലിം കുമാർ, റെഡിൻ കിങ്സ്ലി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമ ആദ്യ മണിക്കൂറിൽ തന്നെ 7000 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ആദ്യ 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ കേരളത്തിൽ 55 ലക്ഷത്തോളം കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ പിന്നീടുള്ള ഓരോ മണിക്കൂറിലും ട്രെൻഡിംഗ് കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. മണിക്കൂറിൽ 12,000 ടിക്കറ്റ് വരെ വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ കേരളത്തിൽ വമ്പം പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.